എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലായിട്ട് നമ്മുടെ ഹീറോ അവൻ എല്ലാവരോടുമായിട്ട് പറയും, തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ടീമിന്റെ പവർ അത് ഈ സ്കൂളിന് കാണിച്ചു കൊടുക്കണം. ഫസ്റ്റ് പ്രൈസ് അത് നമുക്ക് തന്നെ നേടണം. കണ്ണാടിപ്പയ്യനാണെങ്കിൽ അതിലൊന്നും ഒട്ടും വിശ്വാസമില്ല. കാരണം അവരുടെ ടീമിനെ കഴിഞ്ഞും കഴിവും പവറും ഒക്കെ ഉള്ള ഒരുപാട് ടീംസ് വേറെയുണ്ട്. സോ അവനാണെങ്കിൽ ഒരു വിശ്വാസവും ഇല്ലാത്ത മട്ടിൽ മാറി നിൽക്കും. പക്ഷേ ആസിനും നമ്മുടെ പച്ചമുടി പെണ്ണിനും അവർക്ക് രണ്ടുപേർക്കും നല്ല വിശ്വാസമുണ്ട്. അവർ പറയും, എന്ത് വില കൊടുത്തും മാസ്റ്ററിന്റെ ആഗ്രഹം അത് ഞങ്ങൾ സാധിപ്പിക്കും. നമ്മൾ നമ്മുടെ ഫുൾ എഫേർട്ട് ഇട്ട് ഈ ഫസ്റ്റ് പ്രൈസ് അത് അടിച്ചെടുക്കും. അത് കേൾക്കുമ്പോൾ ഇപ്പൊ ഹീറോയ്ക്കും എവിടെ നിന്നില്ലാത്ത ഒരു സന്തോഷവും കോൺഫിഡൻസും ആത്മവിശ്വാസവും ഒക്കെ വരും. അടുത്ത നിമിഷം വമ്പൻ ഒച്ചത്തില് അനൗൺസ്മെന്റ് ഉയരുകയാണ്. എല്ലാവരും കാത്തിരുന്ന ആ ബാച്ചിലേഴ്സ് പാർട്ടി അതിന്നാണ് നടക്കാൻ പോകുന്നത്. അത് കേട്ട് നമ്മുടെ ആൾക്കാരും ഒരുപാട് സന്തോഷത്തിലും ആഹ്ലാദത്തിലും അവിടേക്ക് ഓടിയെത്തുകയാണ്. ക്ലാരയാണെങ്കിൽ അവൾക്കിടാൻ ഒരു അടിപൊളി ഡ്രസ്സൊക്കെ കൊണ്ടുവരും. കണ്ണാടിപ്പയ്യനാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നിങ്ങൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേ, ഞാൻ വേഗം തന്നെ മടങ്ങി വരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് കടന്നു പോകും. അപ്പോൾ മറ്റൊരു ഭാഗത്തായി ഒരു ടീമിലുള്ള മെയിൻ ലീഡർ അവനാണെങ്കിൽ ഇപ്പോൾ ഒരു പ്ലേറ്റ് നിറയെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. അവൻ വിളിച്ചു പറയും, ഞങ്ങളെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. ഈ ഒരു ഫുഡ് അത് മുഴുവൻ കഴിച്ചു തീർത്ത് ഞങ്ങളുടെ ഈ ഒരു മത്സരത്തെ വെല്ലുവിളിക്കാനും തോൽപ്പിക്കാനും ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? അത് കേട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓടി വരും. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഒരേ ഒരു തവണ ഞാൻ ട്രൈ ചെയ്യട്ടെ. അതിനവൻ പറയും, നിന്നെ പോലുള്ള ചെറിയ കുട്ടികൾക്ക് ഇതിൽ ജയിക്കാനൊന്നും പറ്റില്ല. അവൻ അത്രയും പറഞ്ഞ് ഹീറോയെ കളിയാക്കുമ്പോഴേക്കും ഹീറോ ആ പ്ലേറ്റിലുള്ള ഫുഡ് മുഴുവൻ തിന്ന് തീർത്തിട്ടുണ്ടാവും. അവർ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് ഹീറോയെ തന്നെ നോക്കും. ആസ് പറയും, ഞങ്ങളുടെ മാസ്റ്ററിന് ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. സോ ആളും തരവും നോക്കി വേണം ഇനി വെല്ലുവിളിക്കാനെന്ന് പറഞ്ഞ് അവർ മുൻപോട്ടേക്ക് നടന്നു വരും. അപ്പം നമ്മുടെ ജിമ്മൻ അവൻ ഹീറോയുടെ മുൻപിലേക്ക് വന്ന് ഹീറോയോട് പറയും, നിന്റെ ബോൾ ഗെയിം ഒക്കെ ഉഷാറായിരുന്നു, പക്ഷെ ഇവിടെ നിനക്ക് ജയിക്കാനാവില്ല. ഇവിടെ നല്ല കഴിവും ബുദ്ധിയൊക്കെ ഉള്ളവർക്ക് ജയിക്കാൻ പറ്റൂ. സോ ഇത്തവണ ജയിക്കുന്നത് ഞാനും എൻ്റെ ടീംമേറ്റ്സും ആയിരിക്കും. ആസ് ആണെങ്കിൽ അത് കേട്ട് ഇപ്പൊ അവനോട് തർക്കിക്കാൻ തുടങ്ങും. ഉടനെ ഹീറോ ആണെങ്കിൽ അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റി അവരുടെ തർക്കമൊക്കെ അവസാനിപ്പിക്കും. ഹീറോ ചോദിക്കും, ഓക്കെ, നിങ്ങൾ എന്താണ് ഇതിൽ ചെയ്യണേ? അതിന് ജിമ്മൻ, ഞങ്ങൾ ഈ ബാച്ചിലർ പാർട്ടിയിൽ ഡീമൻസിന്റെ വലിയൊരു ഡ്രാമയാണ്. മെയിൻ ഡീമൻ അത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. ഉടനെ അവരുടെ ക്ലാസ്സിലുള്ള ബാക്കി സ്റ്റുഡൻസും അവിടേക്ക് വരികയാണ്. അതിലൊരുത്തനാണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും സ്വീറ്റ്സ് ഒക്കെ കൊടുക്കും. അതിനുശേഷം സ്റ്റുഡൻസ് അവർ ഏതൊക്കെ ഗ്രൂപ്പിലാണ് ഉള്ളതെന്നും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നും പരസ്പരം ഡിസ്കസ് ചെയ്യും. അപ്പൊ ഹൂഡിയൊക്കെ ഇട്ട ജാക്ക് എന്ന് പേരുള്ള പയ്യൻ അവൻ പറയും, ഞാനുള്ളത് മാജിക് ടീമിന്റെ കൂടെയാണ്. ഞങ്ങള് ഒരുപാട് മാജിക് എക്സ്പെരിമെന്റ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞു. പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം വരെ കണ്ടുപിടിച്ചു. അത് കേട്ട് വേറൊരുത്തം പറയും, ഞങ്ങളുടെ കണ്ടുപിടുത്തം അതിലും വലുതാണ്. വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് ഒരു ഗെയിമാണ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു ബീച്ച് തീമാണ്. അതിൽ സുന്ദരികളായിട്ടുള്ള കുറച്ച് പെൺകുട്ടികളൊക്കെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പൊ അവരുടെ ക്ലാസ്സിലെ ചില പെൺകുട്ടികൾക്കാണെങ്കിൽ നാണമൊക്കെ വന്ന് അവർ കളമൊക്കെ വരച്ച് നഖമൊക്കെ കടിച്ച് അങ്ങനെ നിൽക്കും. ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഇപ്പൊ നമ്മുടെ പച്ചമുടി പെണ്ണ് അവള് പറയും, ഞങ്ങളുടെ ഫയർ വർക്ക്സ് കണ്ട് നിങ്ങൾ ഞെട്ടാൻ പോവാണ്. അത് കേട്ട് ആസ് ആണെങ്കിൽ അവന്റെ സ്നേക്കിന് ഉപയോഗിച്ച് അവളുടെ വാ പൊത്തിപ്പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകും. ബാക്കി സ്റ്റുഡൻസ് അത് കേട്ട് ഷോക്കാവാണ്. എന്ത് ഫയർ വർക്ക്സോ? അങ്ങനെ പറഞ്ഞ എന്താ? അതിന് ആസ് പറയും, അത് വലിയൊരു സർപ്രൈസ് ആണ്. നിങ്ങൾ വെയിറ്റ് ചെയ്ത് ബാച്ചിലർ പാർട്ടി തുടങ്ങുമ്പോൾ അത് കാണും. അങ്ങനെ എല്ലാവരും പരസ്പരം വിഷ് ചെയ്ത് അവരവരുടെ സ്ഥലത്തേക്ക് പോകും. ആസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ഫയർ വർക്ക്സ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ മെമ്പേഴ്സിനും പറഞ്ഞു കൊടുക്കും. ഈവനിങ് ബാച്ചിലർ പാർട്ടി തുടങ്ങുന്ന സമയം ആ ബെല്ലടിയും. ആ സമയത്ത് വേണം നമ്മുടെ ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ കൃത്യമായിട്ട് എല്ലാവരുടെ അറ്റൻഷൻ അത് നമുക്ക് കിട്ടും. ഫയർ വർക്ക്സ് അത് കത്തിക്കേണ്ടത് മറ്റാരുമല്ല, നമ്മുടെ കണ്ണാടി പയ്യൻ. അവനാണ് അതിന് പറ്റിയ ആള്. അവരങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലാര പെണ്ണ് അവളാണെങ്കിൽ അതിന് തീ കൊളുത്തും. പക്ഷെ അവർ പേടിച്ചതുപോലെ അത് പൊട്ടിത്തെറിക്കില്ല. ജസ്റ്റ് മിസ്സിന് അത് ചീറ്റിപ്പോവും. ആസിന് കലി കയറി അവന്റെ വായിൽ വന്ന ചീത്ത മുഴുവൻ അവളെ അക്ഷരം ഇടാതെ വിളിക്കും. അവളാണെങ്കിൽ തല താഴ്ത്തി നമ്മുടെ ആൾക്കാരോട് മാപ്പ് അപേക്ഷിക്കുക. പക്ഷെ അപ്പോഴായിരിക്കും അവരൊരു കാര്യം ആലോചിച്ച് ഷോക്കാവുക. അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിരുന്ന ആ വെടിയുണ്ട അത് കാണാനില്ല. അവർ 3 പേര് ഷോക്കായിട്ട് ഇപ്പൊ അതിൻ്റെ അകത്തേക്ക് നോക്കും. യെസ്, അത് മിസ്സിംഗ് ആണ്. അതെവിടെ പോയെന്ന് പറഞ്ഞ് അവർ പരസ്പരം നോക്കുകയാണ്. കട്ട് ചെയ്ത നമ്മുടെ കണ്ണാടി പയ്യൻ അവനത് വലിച്ച് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ഓ മൈ ഗോഡ്, ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ഇതിന് ഭാരമുണ്ട്. കുഴപ്പമില്ല,
എക്സിക്യൂഷൻ അത് നടത്താനായിട്ട് സമയമായി. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഗ്രാൻഡ് പാ അവരാണെങ്കിൽ ജയിലിലിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ് പാ ചോദിക്കും, ഇനിയും എത്ര നേരം നിങ്ങൾ ഇവിടെ എന്നെ പിടിച്ചു വെക്കും? അതിനാൾ പറയും, ഞങ്ങൾക്ക് സമയമാകും, അതുവരെ നിങ്ങളെ ഇവിടെ പിടിച്ചു വെച്ചേ പറ്റൂ, ഞങ്ങൾക്ക് ചില കാര്യങ്ങളും നിങ്ങളോട് ചോദിച്ചറിയാനുണ്ട്. അവനത് പറഞ്ഞു തീർക്കേണ്ട താമസം ഗ്രാൻഡ് പേ ആണെങ്കിൽ ചെക്ക്മേറ്റ് വെക്കും. അതിനവൻ വിളിച്ചു പറയും, ഇല്ല, ഇത് സമ്മതിക്കില്ല, നിങ്ങൾ കള്ളക്കളി കളിച്ചു, എനിക്ക് ഒരു ഗെയിം കൂടെ കളിക്കണം എന്ന് പറഞ്ഞ് ആള് ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആമിരയുടെ പപ്പ ആളാണെങ്കിൽ ഇപ്പോ ഗ്രാൻഡ് പേയെ കുറിച്ചുള്ള ചില ഡീറ്റെയിൽസ് മറ്റൊരാളോട് പറയുകയാണ്. ഇദ്ദേഹം ഹ്യൂമൻ വേൾഡിലേക്ക് പോയി അവിടുന്ന് ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് ഒട്ടും താല്പര്യമില്ലാതെ ഒരു മനുഷ്യനെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഒരുപാട് കൺവിൻസ് ചെയ്താണ് ആ മനുഷ്യനെ ഇപ്പോൾ ആള് ഈ ഡീമൻ വേൾഡിൽ വളർത്തിക്കൊണ്ട് വരുന്നത്. അത് കേട്ട ഓപ്പോസിറ്റുള്ള ആള് ചോദിക്കും, എന്തിനാണ് ഇത്രയധികം ഡീമൻസിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? അതിന് ആമിരയുടെ പപ്പ പറയും, അദ്ദേഹം ഒരു തന്ത്രശാലിയാണ്, ചിലപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കും, അതിനെ ചെറുത്ത് നിൽക്കാനാണ് ഇത്രയും ഡീമൻസിനെ ഇവിടെ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. ഓപ്പോസിറ്റുള്ള ആള് ചോദിക്കും, ഒരുപക്ഷെ ആ ഗ്രാൻഡ് പാ ആള് നിരപരാധിയാണെങ്കിലോ? അതിന് ആമിരയുടെ പപ്പ തീർത്തു പറയും, ഒരിക്കലുമില്ല, ആളിവിടേക്ക് ഹ്യൂമൻ വേൾഡിൽ നിന്ന് ഒരു പയ്യനെ കൊണ്ടുവന്നിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പം ആമിരയെ കാണിക്കും. അവളാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതുവരെ അവൾ ഫയർ വർക്ക്സ് നേരിട്ട് കണ്ടിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് അവളിപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഹീറോയിലൂടെ തന്നെ അവളുടെ സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ്. പ്രസിഡന്റ് ആമിരയാണെങ്കിൽ ഇപ്പോൾ ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാണ്, എന്തെങ്കിലും കുഴപ്പം എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. പക്ഷെ അവളുടെ മനസ്സിലാണെങ്കിൽ അപ്പോഴും ഹീറോയെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ്. നീ നിന്റെ പ്രസന്റേഷൻ അത് ഭംഗിയായിട്ട് പൂർത്തീകരിക്കണം, അത് കാണാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതേസമയം ഹീറോയും നമ്മുടെ ആസും അവർ രണ്ടുപേരും ഒരുപാട് നേരമായി ആ കണ്ണാടി പയ്യന് വേണ്ടി ആ പ്രദേശം മുഴുവൻ അന്വേഷിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരം കറങ്ങി അവർ രണ്ടുപേരും കണ്ടുമുട്ടും. ആസ് പറയും, ഞാൻ അവിടെ മുഴുവൻ അന്വേഷിച്ചു, അവന്റെ പൊടി പോലും ഇല്ല. ഉടനെ പച്ചമുടി പെണ്ണാണെങ്കിൽ ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് അവിടേക്ക് വരും. ഇനി ഒരുപക്ഷെ ആ കണ്ണാടി പയ്യൻ നമ്മളെ കൂട്ടാതെ ഈ ഫെസ്റ്റിവൽ കാണാനായിട്ട് കറങ്ങി നടക്കുകയായിരിക്കോ? ആസ് അത് കേട്ട് അവളെ നോക്കും. അവളുടെ കയ്യിൽ മുഴുവൻ ഒരുപാട് ചോക്ലേറ്റ്സും ഫുഡ് ഐറ്റംസും. അവൻ ദേഷ്യപ്പെട്ട് അവളെ തല്ലി ഓടിക്കും. അവളാണെങ്കിൽ ആസിന്റെ കാല് പിടിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്, കണ്ണാടി പയ്യൻ അന്വേഷിച്ച് ഞാൻ ഒരുപാട് ടയർഡായി, അപ്പൊ കഴിക്കാനായിട്ട് കുറച്ച് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ ഞാൻ വാങ്ങിച്ചതാണ്. ആസിനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഒരുപക്ഷെ കണ്ണാടി പയ്യൻ അവൻ തന്നെ ആയിരിക്കോ ഇതിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരുന്ന ആ വെടിമരുന്ന് അത് കൊണ്ടുപോയിട്ടുണ്ടാവുക? മത്സരത്തിന്റെ പ്രഷർ കാരണം തോറ്റുപോകും എന്ന പേടിയിൽ അവൻ ചെയ്തതാണെങ്കിലോ? പക്ഷെ ഹീറോയ്ക്ക് അത് കേട്ട് വലിയ വിശ്വാസം തോന്നില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ ചാൻസ് ഇല്ല, മറ്റെന്തോ പ്രശ്നം അവനെ അലട്ടുന്നുണ്ട്, എത്രയും വേഗം അവനെ കണ്ടെത്തിയേ പറ്റൂ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ കണ്ണാടി പയ്യനെ കാണിക്കും. അവനോട് അവന്റെ ബോസ് പറഞ്ഞ കാര്യങ്ങൾ അവൻ ഓർമ്മ വരികയാണ്. നിന്നെ കാണുമ്പോൾ എല്ലാവർക്കും നീ ഒരു നിഷ്കളങ്കനായ പയ്യനാണെന്നാണ് തോന്നുന്നത്, നിന്റെ ഉള്ളിൽ ഇത്രയും വലിയ പകയും വെറുപ്പും ഒക്കെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. പക്ഷെ അതൊരു ഗുഡ് ക്വാളിറ്റിയാണ്, ഒരു ഡീമണ് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി അത് തന്നെയാണ്. അടുത്ത നിമിഷം അവൻ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് അവന്റെ കഴുത്തിലുള്ള ഡോളർ അത് തകർത്ത് കളയാണ്. അത് പൊട്ടിക്കേണ്ട താമസം ഇപ്പൊ ആ സ്ഥലം മുഴുവൻ അങ്ങനെ വലിയൊരു പൊട്ടിത്തെറിയിൽ തകരാനായിട്ട് തുടങ്ങും. ശബ്ദം കേട്ട് കാലിക്കോ ടീച്ചറാണെങ്കിൽ ഇപ്പൊ ബാക്കിയുള്ള ടീച്ചേഴ്സിന് ഇൻസ്ട്രക്ഷൻ നടക്കും. ബാക്കിയുള്ള ടീച്ചേഴ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, എത്രയും വേഗം അവിടേക്ക് പോകണം, അവിടെ എന്തോ നടക്കുന്നുണ്ട്, അതെന്താണെന്ന് കണ്ടെത്തി നമ്മൾ സൊല്യൂഷൻ കാണണം. അതേസമയം മറ്റൊരു ഭാഗത്ത് ഹീറോയും നമ്മുടെ ആൾക്കാരും സ്റ്റുഡൻസും എല്ലാവരും ഇപ്പോൾ ഒരു ഇൻവിസിബിൾ വാളിൽ സ്റ്റെക്കായിട്ട് കിടക്കുകയാണ്. ഹീറോയ്ക്ക് ആ വാള് കാണുമ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടും. കട്ട് ചെയ്ത ഇവിടെ കണ്ണാടി പയ്യൻ അവൻ ഈ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ ടെററായിട്ട് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.